ഇങ്ങനെ ഒരു വിഷയം നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, മുസ്ലിം സമുദായം ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ബാഹ്യമായ വെല്ലുവിളികളാണ്. മറ്റൊന്ന് ആന്തരികമായ വെല്ലുവിളികളാണ്. അതിൽ ബാഹ്യമായ വെല്ലുവിളികളുടെ ലിസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കേണ്ടതില്ല. ഒരു വേള നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. SIRൻ്റെ അന്തിമ പട്ടിക വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉള്ളത്. നിയമപരമായ ഭീഷണികൾ മുമ്പില്ലാത്ത രീതിയിൽ ഇന്ന് ഇന്ത്യൻ മുസ്ലിമീങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കി അത് നടപ്പാക്കി അതിൻ്റെ ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിലുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നത്. അതുപോലെ തന്നെ NRCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ, അവസാനം വഖഫ് ഭേദഗതി നിയമത്തിൽ വന്നു നിൽക്കുന്ന ഒരുപാട് മേഖലകളിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഒന്നുണ്ട്. മറ്റൊന്ന്, സാമൂഹികമായ അപരവൽക്കരണം ഇന്ന് വൻതോതിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നതാണ്. ഇടക്കിടക്ക് കിളിർത്തു വരുന്ന ഉയർന്നു വരുന്ന വിവാദമാണ് ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ. അത് ശക്തമായി തന്നെ പല സന്ദർഭങ്ങളിൽ അത് നമ്മുടെ സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ പേരിൽ, ബീഫിൻ്റെ പേരിൽ ഒക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിനിമകൾക്ക് മാർക്കറ്റ് കിട്ടാൻ ഏറ്റവും നന്നായി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാം ചേരുവകൾ അതിൽ ചേർത്ത് വെക്കുക എന്നതാണ്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്പർശിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ അതിന് കാഴ്ചക്കാരുണ്ട്, അതിന് പ്രേക്ഷകരുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്പർശിക്കുന്ന ഒരു ചാനൽ ചർച്ചയാണെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് വളരെ വലുതാണ്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്പർശിക്കുന്ന സംവാദങ്ങളാണെങ്കിൽ അതിന് കേൾവിക്കാരുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പരാമർശിക്കുന്ന എഴുത്തുകളും സോഷ്യൽ മീഡിയ ഇടപെടലുകളുമാണ് എങ്കിൽ അതിന് റേറ്റുണ്ട്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അപരവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയമായ നീക്കങ്ങളാണെങ്കിൽ ആ പ്രസ്താവനകൾക്ക് വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. എന്തിനും ആർക്കും എവിടെയും എടുത്തുകൊട്ടാവുന്ന ചെണ്ടകളായി ഇന്ന് മുസ്ലിം സമുദായത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ടതില്ല. ചരിത്രങ്ങളാണ് ഏതൊരു സമൂഹത്തിൻ്റെയും കരുതിവെപ്പ് എന്ന് പറയുന്നത്, കാത്തുവെപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ ആദ്യപടി എന്ന് പറയുന്നത് അവരുടെ ചരിത്രത്തിൻ്റെ വേരുകൾ കൊത്തിയറുക്കുക എന്നതാണ്. അങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിട്ടേയില്ല. നമ്മൾ സംസാരിക്കുന്നത് പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ടാണ്. പരപ്പനങ്ങാടി എന്ന് പറയുന്നത് തിരൂരങ്ങാടിക്ക് അടുത്തുള്ള പ്രദേശങ്ങളാണ്. ആ തിരൂരങ്ങാടിക്ക് ഒരു ചരിത്രമുണ്ട്. ഒരു MK ഹാജി എന്ന് പറയുന്ന മഹാമനുഷ്യനുണ്ട്. ഈ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഉച്ചരിക്കാത്ത ഒരു സന്ദർഭം ഉണ്ടാകില്ല. ഞാൻ ഇന്ന് വരുമ്പോൾ, ഞാൻ വണ്ടിയിൽ എൻ്റെ സുഹൃത്തുമായി കടന്നു വരുമ്പോൾ അവനിവിടെ എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു, ഞാൻ പഠിച്ച സ്ഥലം ഇവിടെയാണ് എന്ന്. ഞാൻ ഇത്ര വർഷം ഇവിടെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു വന്നപ്പോൾ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിതാവ് ഇവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ പിതാവ് ഇവിടെ ജോലി ചെയ്യാനുണ്ടായ കാരണം എൻ്റെ പിതാവ് ഇവിടെയാണ് പഠിച്ചു വളർന്നത് എന്ന്. അന്ന് MK ഹാജിയുടെ തണലിലാണ് എൻ്റെ പിതാവ് വളർന്നത് എന്നത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ചില മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്. ആ ജീവിച്ചു പോയ മനുഷ്യന്മാർ ഇവിടെ ഉഴുതുമറിച്ച ഈ ഭൂമിയിലാണ് ഇന്ന് നമ്മൾ വിളവിറക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കിയെടുത്തത്, ആ ഉണ്ടാക്കിയെടുത്ത ബിൽഡിങ്ങുകളാകട്ടെ, സ്ഥാപനങ്ങളാകട്ടെ, സംവിധാനങ്ങളാകട്ടെ, പള്ളികളാകട്ടെ, അതിന് ഇന്ന് വരുന്ന കേടുപാടുകൾ തീർക്കാൻ പോലും അവർ സഹിച്ച ത്യാഗത്തിന്റെ ചെറിയൊരു ശതമാനം സഹിക്കാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു പോകേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഞാൻ പറയുകയാണ്. ഞാൻ പറഞ്ഞത്, ഈ തിരൂരങ്ങാടിയുടെ ചരിത്രത്തെ നമ്മൾ ഇല്ലാതെയാക്കുകയാണെങ്കിൽ, MK ഹാജി എന്ന മനുഷ്യന്റെ ചരിത്രത്തെ ഇവിടെ നിന്ന്, ഈ പ്രാദേശിക ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുകയാണെങ്കിൽ, അടുത്ത ഒരു തലമുറ വരുമ്പോൾ ഈ MK ഹാജിയെ കുറിച്ച് സംസാരിക്കില്ല, ഈ ഭൂമിയെക്കുറിച്ച്, ഈ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിഭാഗം ഇവിടെ ഉണ്ടായി, ഈ നാടിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു സമൂഹം, ഒരു സമുദായം ഇന്നവരാണ് എന്ന് അടുത്ത തലമുറക്കറിയില്ല. അപ്പോൾ ആ തലമുറയെ പിന്നെ ഇല്ലാതെയാക്കാൻ എത്രയും വേഗത്തിൽ കഴിയും. അതിന് ചരിത്രത്തെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് ആവശ്യം. സ്ഥലത്തിൻ്റെ നാമങ്ങൾ ഇല്ലാതെയാക്കുക എന്നതാണ് ആവശ്യം. ഇന്നതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര സ്ഥലനാമങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചരിത്രങ്ങൾ, യഥാർത്ഥ ചരിത്രങ്ങളെ പാഠപുസ്തകങ്ങളിൽ നിന്ന് വെട്ടി ഒതുക്കിക്കൊണ്ടിരിക്കുന്നു.
ഇത് നമ്മൾ ബാഹ്യമായി ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളാണ് മുസ്ലിം സമൂഹം. ഇത് ഞാൻ പറഞ്ഞ് വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ വെല്ലുവിളികൾക്ക് മുമ്പിൽ മുസ്ലിം സമുദായം എന്ത് നിലപാട് സ്വീകരിക്കണം? ഒന്നെനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും തന്നെ പതറിപ്പോകാൻ പാടില്ല എന്നതാണ്. ഇതൊക്കെ കാണുമ്പോഴേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിരാശപ്പെട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലെ 139 ആയത്തിൽ പറഞ്ഞ ആയത്ത് നമുക്ക് എന്നും ഒരു കരുത്തായിട്ടുണ്ടാകണം. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുർബലരാകരുത്, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉത്തമന്മാർ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ആ വാചകം, ആ ആയത്ത് നമ്മൾ നെഞ്ചിലേറ്റണം. ഒരിക്കലും ഏത് പ്രശ്നം ഉണ്ടാകട്ടെ, ഇതിലും വലിയ പ്രശ്നങ്ങളിലൂടെയാണ് ഇസ്ലാമിക ചരിത്രം ഒഴുകിയിട്ടുള്ളത്. പ്രവാചകന്റെ കാലം എടുത്തു നോക്കിയാൽ, അതിനുശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലം എടുത്തു നോക്കിയാൽ, അതിനുശേഷം ഓരോ നൂറ്റാണ്ടുകളിലും മുസ്ലിം സമുദായം നേരിടേണ്ടി വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ലോകാടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കിയാൽ, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാൽ, ഇന്ത്യ വിഭജനത്തിന്റെ കാലഘട്ടത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കുന്ന കാലഘട്ടത്തിൽ കൂട്ടപ്പലായനങ്ങളിലൂടെ മുസ്ലിം ജനസാമാന്യം അനുഭവിച്ച പ്രതിസന്ധികളിലൂടെ കടന്നുപോയാൽ, അവിടെ നിന്നിങ്ങോട്ട് വന്നാൽ, കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നാൽ, ഈ കേരള സമൂഹത്തിൽ മലബാർ കലാപവുമായി ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, വാഗൺ ട്രാജഡി ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ മലബാർ പ്രദേശത്ത് നടന്ന മാപ്പിള സമരങ്ങളുണ്ട്, അതിൽ ഒരുപാട് ആളുകളുടെ കൊലപാതകങ്ങളുണ്ട്. ആ സമയത്ത് KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആത്മീയ തലത്തിലും KM സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ രാഷ്ട്രീയ തലത്തിലും ഈ സമുദായത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ ചെയ്ത കഠിനാധ്വാനത്തിന്റെ, ത്യാഗത്തിന്റെ തിച്ചൂളകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെയുണ്ട്. ഞാൻ പറയുന്നത്, അങ്ങനെ കടന്നു വന്നവരാണ് നമ്മൾ. ഇന്ന് കുറേ പുതിയ രൂപത്തിൽ നമ്മൾ കുറേ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതും നമുക്ക് ഇൻഷാ അല്ലാഹ് തരണം ചെയ്യാൻ കഴിയും. ഒരിക്കലും തന്നെ നമ്മൾ ഇതിൻ്റെ ഒന്നും മുമ്പിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ടവരായി എന്നുള്ള ഒരു വിചാരത്തിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. പക്ഷേ വെറുതെ അങ്ങ് പറഞ്ഞാൽ പറ്റില്ല. ഞാൻ 2 തരം വെല്ലുവിളി നമുക്കുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ രണ്ടാമത്തെ വെല്ലുവിളിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് നമ്മുടെ ആഭ്യന്തരമായ വെല്ലുവിളികളാണ്. ഇത് ബാഹ്യമായ വെല്ലുവിളികളാണെങ്കിൽ, നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ആഭ്യന്തരമായ ശൈഥില്യങ്ങൾ, വെല്ലുവിളികൾ, അതിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ ബാഹ്യമായ വെല്ലുവിളികൾ നമുക്കൊരു പ്രശ്നമേ അല്ല. മറിച്ച് ആഭ്യന്തരമായ ശൈഥില്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ആ ബാഹ്യമായ വെല്ലുവിളികൾ നമ്മളെ വരിഞ്ഞു മുറുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. എന്താണ് ആഭ്യന്തരമായ ആ വെല്ലുവിളിയുടെ പ്രത്യേകത? ബാഹ്യമായ പ്രശ്നങ്ങളെക്കാൾ നാം ഭയപ്പെടേണ്ടത് സമുദായത്തിനകത്തെ ശൈഥില്യങ്ങളെ തന്നെയാണ്. കാരണം ശത്രുക്കളുടെ തന്ത്രം എന്ന് പറയുന്നത് സമുദായത്തെ തകർക്കാൻ സമുദായത്തിനകത്തുള്ളവരെ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ന് മുസ്ലിം സമൂഹങ്ങളുടെ ശത്രുക്കൾ ചെയ്തിട്ടുള്ളത്. അതായത് ലോക മുസ്ലിമീങ്ങളെ ഇന്ന് 2 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ സംഘമാണ്, മറ്റൊന്ന് ഷിയാ വിഭാഗമാണ്. ആ ഷിയാക്കൾ, ഷിയാ മുസ്ലിങ്ങളെന്നും അഹ്ലുസുന്നയുടെ മുസ്ലിങ്ങളെന്നും ശരി സുന്നി മുസ്ലിങ്ങളെന്നും വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഷിയാ മുസ്ലിങ്ങൾ ഉണ്ടായത് എങ്ങനെയാണ്? അത് ഇസ്ലാമിനെ തകർക്കാൻ, ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ഈ ബഹുദൈവ വിശ്വാസത്തിൻ്റെ എലമെന്റുകൾ കടത്തിക്കൊണ്ടുവരാൻ, ഖബർ പൂജയെ കടത്തിക്കൊണ്ടുവരാൻ, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കടത്തിക്കൊണ്ടുവരാൻ, ഈ ശകുനത്തിൻ്റെ വിശ്വാസങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ജൂതന്മാർ ഉണ്ടാക്കിയ, മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ വിറക് കൊള്ളികളുടെ ആ പേരാണ് യഥാർത്ഥത്തിൽ ഷിയാക്കൾ എന്ന് പറയുന്നത്. അത് പണ്ടേ അങ്ങനെയാണ്. ആ രീതി തന്നെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുന്നത്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നിങ്ങൾക്കറിയാം, നല്ല മുസ്ലിം, ചീത്ത മുസ്ലിം എന്ന 2 ബൈനറിയാണ് ഇന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വെല്ലുവിളികൾ കറക്റ്റ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യണം. അത് മനസ്സിലാക്കുമ്പോഴേ നമുക്ക് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതായത് ഭരണകൂടത്തിന് വഴങ്ങുന്നവൻ നല്ലവനും ആദർശത്തിൽ നിലനിൽക്കുന്നവൻ തീവ്രവാദിയും. ഇത് മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ കൊത്തിയിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പണിയാണ്, ഒരു ബൈനറി കൊണ്ടുവരലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇസ്ലാമികമായി കറക്റ്റ് ജീവിക്കുന്ന ആളുകളെ, അവർക്കൊരു പ്രത്യേക പേരെന്താണ്? അവരൊരു ചീത്ത മുസ്ലിമാണ്. പിന്നെ ആരാ നല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ, എവിടെ ചെന്നാലും ആ സന്ദർഭത്തിനനുസരിച്ച് കൊണ്ട് തൻ്റെ വിശ്വാസത്തെയും തൻ്റെ സംസ്കാരത്തെയും തൻ്റെ ആചാരങ്ങളെയും തൻ്റെ വേഷങ്ങളെയും തൻ്റെ സംസ്കാരങ്ങളെയും ഒക്കെ മാറ്റിപ്പണിയാൻ യാതൊരു പ്രശ്നവുമില്ലാത്തവനാണ് ഇന്ന് മുസ്ലിങ്ങളിൽ നല്ല മുസ്ലിങ്ങൾ. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും?
നമ്മളൊരു സംഘർഷത്തിൽപ്പെടും. ഞാൻ ഈ നല്ല മുസ്ലിങ്ങളുടെ കാറ്റഗറിയിൽ പെടണോ അതോ ഇവരുടെ ആഖ്യാന പ്രകാരമുള്ള ചീത്ത മുസ്ലിങ്ങളുടെ ആഖ്യാനിൽ വരണോ? ഇവിടെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ഈമാനിൻ്റെ പരീക്ഷണം അവിടെയാണ്. അതായത് കുറച്ച് സമൃദ്ധമായി ഒന്ന് താടി വളർന്നാൽ ആ താടി ഒരു ഇസ്ലാമിൻ്റെ അതൊരു തീവ്രവാദത്തിൻ്റെ അടയാളമാണെന്ന് മൊത്തം കുറേ ആൾക്കാരാണ് പറഞ്ഞാൽ നമ്മൾ താടി നിന്ന് ചെറുതാക്കുക. അത് നമ്മളെ പരീക്ഷണമാണ്. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകൾ ഇസ്ലാമികമായ വേഷം ധരിക്കുമ്പോൾ അതൊരു അപരിഷ്കൃതത്തിൻ്റെതാണെന്ന് എല്ലാവരും പാടെ പറഞ്ഞുകൊണ്ടാക്കിയാൽ അത് കുറച്ച് അപരിഷ്കൃതാവസ്ഥയെന്നൊരു സഹോദരിക്ക് തോന്നിയാലോ? അങ്ങനെ ഈ പൊതുബോധത്തിനനുസരിച്ച് അവനവൻ്റെ മതബോധത്തിൽ നിന്ന് പുറകോട്ട് പോവുക. ഇതാര് പോകുമെന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ പരീക്ഷ. ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ ശരിക്കും ഖുർആൻ്റെ ഹദീസിൻ്റെ പിന്നെ ശരിയായ സലഫി മാർഗത്തിലും ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആരോപണങ്ങളും പരിഹാസങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അതാണ് റസൂൽ പറഞ്ഞില്ലേ, ബദഅ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഖുറബാ. ഇസ്ലാം അപരിചിതമായിട്ടാണ് കടന്നു വന്നത്, അത് അപരിചിതാവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അന്ന് അപരിചിതരാരാണോ അവർക്കാകുന്നു മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശരിയായ ഇസ്ലാമിക ഐഡൻറ്റിറ്റിയിൽ ഉറച്ചു നിൽക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ആഭ്യന്തരമായി ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ രണ്ട് ബൈനറി ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ഇസ്ലാമിക സംസ്കാരത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയമായ അടിമത്തമാണ്. അതായത് മുസ്ലിം സമുദായത്തിന് സ്വന്തമായ രാഷ്ട്രീയ സംഘാടനം പാടില്ലെന്നും രാഷ്ട്രീയമായി സമുദായം ഒറ്റപ്പെടണമെന്നും ഇന്ന് പല ആളുകളും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മനസ്സിലാകാൻ പെട്ടെന്ന് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നിങ്ങൾ പന്തായാൽ മതി, നിങ്ങൾ ഒരിക്കലും ടീമാകരുത് എന്നാണ് ഇന്ന് മുസ്ലിം സമുദായത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പന്തിൻ്റെ പ്രത്യേകത എന്താ? ഫുട്ബോൾ നടക്കണമെങ്കിൽ പന്ത് വേണം, അല്ലേ? അത് രണ്ട് ടീമിനും കളിക്കണമെങ്കിൽ ആര് വേണം? പന്തില്ലാതെ കളിയില്ല. പന്താണ് അതിലെ നിർണായകമായ കാര്യം. പന്തുണ്ടെങ്കിലേ ഗ്രൗണ്ട് ഉള്ളൂ, ഗ്രൗണ്ട് ഉണ്ടെങ്കിലേ പോസ്റ്റ് ഉള്ളൂ, പോസ്റ്റ് ഉണ്ടെങ്കിലേ രണ്ട് ടീമുള്ളൂ, അല്ലേ? അപ്പോൾ അതിന് തട്ടാൻ ഒരു പന്ത് വേണം. പക്ഷെ ഈ പന്തിന് എന്ത് കിട്ടുന്നു? പന്തിനെന്താ കിട്ടുക? പന്തിന് എല്ലാവരെയും അടി കിട്ടും, തല കൊണ്ടുള്ള മുട്ട് കിട്ടും, ഷോൾഡർ കൊണ്ടുള്ള തട്ട് കിട്ടും, അല്ലേ? കാലുകൊണ്ടുള്ള പെട കിട്ടും. അത് കണ്ട മുള്ളിലും അതുപോലെ തന്നെ തൊടിയിലും ഒക്കെ പോയി വീഴും. എന്നിട്ട് ടീമാണ് ജയിച്ചാലോ പന്തിനായിരിക്കും ഓർമ്മയുണ്ട്. ആരാ ജയിച്ചത്? ടീം ജയിച്ചു. ആ ടീം ജയിച്ചത് എങ്ങനെ? അതിന്റെ കോച്ച് ആരാ? കോച്ച് രംഗത്ത് വരും. അന്ന് വരെ, ആ സമയം വരെ രംഗത്തില്ലാത്ത കോച്ച് രംഗത്ത് വരും, അല്ലേ? അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, പാടിപ്പുകഴ്ത്തും. പിന്നെ കുറച്ചുകൂടി പോയാലോ സ്പോർട്സ് മന്ത്രി രംഗത്ത് വരും. കുറച്ചുകൂടി അങ്ങോട്ട് പോയാലോ അത് ഭരണത്തിന്റെ തിളക്കമായി അവതരിപ്പിക്കും. പക്ഷേ ഇതിന് തട്ടാൻ ഉപയോഗിച്ച പന്തിനെ ആർക്കും ഓർമ്മയുണ്ടാകാറില്ല. ഇതുപോലെ മുസ്ലിം സമുദായത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോടൊക്കെ പറഞ്ഞാൽ മതി. നിങ്ങളൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങൾ ടീമായി കളിക്കാൻ പാടില്ല. നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ടീമാകാൻ പാടില്ല. അഥവാ സംഘടിക്കാൻ പാടില്ല, രാഷ്ട്രീയമായി സംഘടിക്കാൻ പാടില്ല. അങ്ങനെ സംഘടിച്ചാൽ അത് തീവ്രവാദമാണ്, അത് പ്രശ്നമാണ്. അത് വേറെ ഇവിടുത്തെ ഒരു സമുദായത്തിന് പ്രശ്നമല്ല. വേറെ ഏതൊരു സമുദായവും ടീമാകാം, ആ ടീമിനെ കൂട്ടിപ്പിടിക്കാം, അതിനൊന്നും ആർക്കും കുഴപ്പമില്ല. പക്ഷെ മുസ്ലിം സംഘാടനം ഇവിടെ നടക്കാൻ പാടില്ല. അത് നടന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുന്നു, അത് തീവ്രവാദമാകുന്നു എന്ന രീതിയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മുസ്ലിം, നമുക്കറിയാം, KM മൗലവിയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അഥവാ കേരള നേതൃത്വത്തിൽ മുജാഹിദിന് രൂപം നൽകിയതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രൂപം നൽകിയതും. അവരെ തന്നെയല്ലേ രൂപം കൊടുത്തത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുൻഗാമികളാണ് ഇതിന് രൂപം കൊടുത്തത്. എന്തിന്? ഈ ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ആത്മീയമായ ശൂന്യതയിൽ നിന്നും മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ അതിശക്തമായ തൗഹീദിന്റെ പ്രഭാഷണം ഇവിടെ നടക്കണം. ബിദ്അത്തിനെതിരെയുള്ള പടയോട്ടം ഇവിടെ നടക്കണം. ശരിയായ സലഫിന്റെ മാതൃക ഇവിടെ പഠിപ്പിക്കപ്പെടണം. അതിന് ഇവിടുത്തെ സുന്നികളുമായിട്ടും ഇവിടുത്തെ ജമാഅത്തുകാരുമായിട്ടും ഇവിടുത്തെ മറ്റ് മുസ്ലിം സംഘടനകളുമായിട്ടും ഒരുമിച്ച് നിന്നാൽ ആ കാര്യം നടക്കില്ല. കാരണം അവരുടെ രീതി അതല്ല. അതുകൊണ്ട് അതിന് വേറിട്ട് നിൽക്കണം. ആ രംഗത്ത് പ്രഭാഷണങ്ങൾ നടക്കണം, ആവശ്യമെങ്കിൽ സംവാദങ്ങൾ നടക്കണം, മുഖാമുഖങ്ങൾ നടക്കണം, എഴുത്തുകൾ നടക്കണം, രചനകൾ നടക്കണം. അത് നടക്കണമെന്ന് പറയുകയല്ല, നടത്തി കാണിക്കുക കൂടി ചെയ്തു അവര്.
അതൊരു തലം. അപ്പോഴേ മനുഷ്യന്മാർക്ക് ആത്മീയമായി ഉന്മേഷമുണ്ടാവുള്ളൂ, വേർതിരിവുണ്ടാവുള്ളൂ, യഥാർത്ഥ തൗഹീദിന്റെ അവകാശികളായി മാറുള്ളൂ, അള്ളാഹുവിന്റെ സഹായത്തിന് അവർ അർഹരാവുകയുള്ളൂ. പക്ഷെ അതോടൊപ്പം എന്ത് വേണം? മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. മുസ്ലിം സമുദായത്തിന്റെ ഭരണപരമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം. അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാകണം. അതിന് ഭരണപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അവർ വിറക് വെട്ടികളും അതുപോലെ തന്നെ വെള്ളം കോരികളുമായി കഴിഞ്ഞുകൂടിയാൽ പോരാ, അവർക്കും ഗവൺമെന്റിന്റെ ഉദ്യോഗ സ്ഥലങ്ങളിലേക്ക് അവരെത്തണം. അപ്പോഴേ അവർക്ക് ഔന്നത്യം ഉണ്ടാവുകയുള്ളൂ. ആ ഔന്നത്യം ഉണ്ടാകാൻ വെറും മുജാഹിദുകൾ മാത്രം വേറിട്ട് നിന്നാൽ മാത്രം പോരാ. അതിവിടുത്തെ സമുദായം എന്ന നിലക്ക് ആരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്ലാറ്റ്ഫോം, ഒരു സംഘശക്തി വേറെ ഉണ്ടാകണം. അങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംവിധാനത്തിന് അവർ രൂപം കൊടുത്തത്. ആ സംവിധാനത്തിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അവരുടെ ആ നിലക്കുള്ള അവകാശങ്ങൾ അവർ അവിടെ എന്തില്ല, അവിടെ മുജാഹിദും സുന്നിയും മറ്റുള്ള വ്യത്യാസങ്ങൾ അവിടെ പാലിക്കേണ്ടതില്ല. കാരണം അവിടെ ആ എല്ലാവർക്കും ഒന്നിച്ചുള്ള ആവശ്യങ്ങളാണ് നേടേണ്ടത്. അന്നും ചർച്ച വന്നിട്ടുണ്ട്, അങ്ങനെ മുസ്ലിങ്ങൾ വേറിട്ട് സംഘടിക്കല്ല വേണ്ടത്, ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന ഡിബേറ്റ് അന്ന് തന്നെയുണ്ട്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മുന്നോട്ട് വന്നുകൊണ്ട് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള, ഇ.കെ. മൗലവിയെ പോലെയുള്ള, മൊയ്ദ് മൗലവിയെ പോലെയുള്ള ആളുകളൊക്കെ ആ രംഗത്ത് നിറഞ്ഞു നിന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തിൽ പൊതുവായ ഒരു ധാരണ രൂപപ്പെട്ടു. പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിനും പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെട്ടുവെന്ന് മുസ്ലിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക, അതിന് അതിന് താല്പര്യമുള്ളവർ അങ്ങനെ പ്രവർത്തിക്കുക. അതല്ല, ഒരു മുസ്ലിങ്ങൾ തന്നെ സമുദായം എന്ന നിലക്ക് അവരുടെ അവകാശങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉന്നയിക്കണമെങ്കിൽ മുസ്ലിങ്ങൾ വേറെ തന്നെ സംഘടിക്കേണ്ടതുണ്ട്. അതാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനോടൊപ്പം അവർക്കും പ്രവർത്തിക്കാം എന്നുള്ള ഒരു പ്ലാറ്റ്ഫോം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്നത്. ഞാനിത് ഇത്ര വ്യക്തമായി പറയുന്നത് എന്തിനാണെന്നറിയും? കേരളം UP ആകാതെ പോയത് ഈ സംഘാടനം കൊണ്ടാണ്. UP-യിൽ മുസ്ലിങ്ങളുടെ കുറവില്ല. ആ UP-യിലെ മുസ്ലിമീങ്ങൾ ഇന്നും ഈ സംഘപരിവാറിന്റെ തൊഴിയും അവരുടെ JCB കൊണ്ട് അവരുടെ വീടും അവരുടെ പള്ളികളും തകർക്കപ്പെടുമ്പോഴും, അവരുടെ സഹോദരങ്ങൾ അടിച്ചു കൊല്ലുമ്പോഴും, അവരുടെ വീട്ടിൽ കയറി ബീഫ് തെരയുമ്പോഴും ഇവർക്ക് തന്നെ വോട്ട് ചെയ്യേണ്ടി വരുന്ന ഗതികേടിലാണ് അവരുള്ളത്. എന്ത് സംഭവിച്ചു? ഒരു ലീഡർഷിപ്പില്ല, ഒരു സംഘാടനമില്ല. ഒരു KM മൗലവിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായില്ല, KM സീതി സാഹിബിനെ പോലെയുള്ള ആളുകൾ ഉണ്ടായില്ല, ആ രീതിയിലുള്ള സംഘാടനം ഉണ്ടായില്ല. ചില സ്ഥാപനങ്ങളൊക്കെ ഉയർന്നു വന്നു, ലോകോത്തരമായി അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ. പക്ഷെ ആ സ്ഥാപനങ്ങളൊക്കെ വ്യക്തിപരമായ രീതിയിലാണ് ഉയർന്നു വന്നത്. ഈ രീതിയിലല്ല അതൊന്നും ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആ സമൂഹം ഇപ്പോഴും അവർ ഇവരുടെ കാൽച്ചുവട്ടിൽ കഴിയേണ്ടി വരുന്നത്. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങൾ, ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളാകട്ടെ, ഇവിടെ ഇപ്പോഴും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും മുസ്ലിം സമുദായം ഒന്നിച്ചൊരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇവിടുത്തെ അറിയപ്പെടുന്ന രാഷ്ട്രീയ മുന്നണികൾക്ക് ഇപ്പോഴും കഴിയില്ല. അത് ഈ ഒരു സംവിധാനങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അജണ്ട എന്താ പറയുക മനസ്സിലാക്കണം. ഇനി നിങ്ങൾ രാഷ്ട്രീയമായി സംഘടിച്ചൊരാവശ്യം ചോദിച്ചാൽ അത് തരൂല. അത് ഇവിടുത്തെ ഓരോ മതസംഘടനകൾ ചോദിച്ചോട്ടെ, ഇവിടുത്തെ സമസ്ത ചോദിച്ചോട്ടെ, സമസ്തൻ്റെ 2 വിഭാഗം ചോദിച്ചോട്ടെ, ഇവിടുത്തെ മുജാഹിദിലെ എല്ലാ വിഭാഗവും വേറിട്ട് ചോദിച്ചോട്ടെ, അവരെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരൊക്കെ നേരിട്ട് ഭരണകൂടത്തോട് ബന്ധപ്പെട്ടോട്ടെ, അതിന് കുഴപ്പമില്ല, അപ്പം ഞങ്ങൾ അനുവദിച്ചു തരും. പക്ഷെ നിങ്ങൾ രാഷ്ട്രീയമായി MLA ആയി മന്ത്രിയായി വരാൻ പാടില്ല. അതെന്താ അർത്ഥം? നിങ്ങൾ പന്തായാൽ മതി, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി തരാതരം ഉപയോഗിക്കുവാനുള്ള പന്തായി നിന്നാൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊരു തിരിച്ചുപോക്കാണ്. അതിന് കുറേ മുസ്ലിം സമുദായത്തിൽ നിന്ന് കുറച്ച് ആൾക്കാരെ കിട്ടണം. അതിന് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവരിലുള്ള മതവിശ്വാസത്തെ ചോർത്തിക്കളയണം. ആ മതവിശ്വാസത്തെ ചോർത്തിക്കളയുന്നതിന് വേണ്ടിയാണ് ഇവിടെ സാംസ്കാരികമായ അധിനിവേശം കൊണ്ടുവന്നിരിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ചിഹ്നങ്ങളെ വികലമാക്കാൻ മുസ്ലിം നാമധാരികളെ തന്നെ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ ഒരൊറ്റ ഐക്കൺ പറഞ്ഞാൽ എക്സ് മുസ്ലിം എന്ന പേരിൽ ഇന്നൊരു വിഭാഗം ഉണ്ടായി വന്നിട്ടുണ്ട്. അതാരാ? അവർ ഇസ്ലാം വിട്ടവരാണ്. ഇസ്ലാം വിട്ടാലും അവരുടെ പേരെന്താ? എക്സ് മുസ്ലിം എന്നാണ് പേര്. കാരണം എന്താ? ഇസ്ലാമിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു ഐഡിയിൽ നിന്ന് വന്നാൽ അതിന് ലൈക്കില്ല, അതിന് ഷെയർ ഇല്ല. എന്നാൽ മുസ്ലിം പേരുള്ള ഒരാൾ ഖുർആനിനെ വിമർശിക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായ ഒരാൾ പ്രവാചകനെ വിമർശിക്കുമ്പോൾ, മുസ്ലിം നാമധാരിയായ ആ ഒരാൾ ഇസ്ലാമിക സംസ്കാരത്തെ കുറ്റം പറയുമ്പോൾ
അതിന് ലൈക്ക് കിട്ടും, അതിന് ഷെയർ കിട്ടും, അതിനിവിടെ ചർച്ചയുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമൂഹത്തെ കൊണ്ട്, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന ഒരു അജണ്ടയാണ് ഇന്നിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന ബൈനറി ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. അഥവാ മുസ്ലിം സമുദായത്തിൽ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ആൾക്കാർ അല്ലെങ്കിലും ഒരു തീവ്ര നിലപാടുള്ള ആൾക്കാരാണ് അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ അവനെ പറ്റുമോ, കുഴപ്പമൊന്നുമില്ല, ഉഷാറാണ്, പക്ഷെ കുറച്ച് ഏറെ. എന്താ ഏറെ അറിയണത്? 5 വക്ത് നിസ്കരിക്കും, ജമാഅത്തിൽ കുറച്ച് കണിശതുണ്ട്, പിന്നെ അവന് സ്ത്രീധനൊന്നും വാങ്ങൂല, പിന്നെ അവൻ്റെ കുട്ടിയേക്ക് ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് കൊടുക്കൂല, ഈ കോസ്മെറ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കൂല, ആണും പെണ്ണും കൂടിങ്ങാണ്ട് DJ പാർട്ടിയും പരിപാടിയുള്ളവർ ആ സംഗതിയിൽ നിന്ന് പങ്കെടുക്കൂല. അപ്പോൾ ഇങ്ങനെ ഇപ്പം തീവ്രവാദി, അവൻ കുറച്ച് ഏറെ, ഇതാ പരിപാടി. അപ്പം എന്താ ഇതൊക്കെ ചെയ്യുന്ന സമുദായത്തിൽ എന്തോ ഇയാൾ ചെയ്യുന്നുണ്ടല്ലോ, അയാൾ ചെയ്യുന്നുണ്ടല്ലോ, അയാൾ പള്ളിൻ്റെ സെക്രട്ടറി ആണല്ലോ. ഇപ്പോൾ ഈ അടുത്ത് അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ട് പള്ളിൻ്റെ ഉത്തരവാദപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ അത് പള്ളിൻ്റെ ആൾക്കാരല്ലേ. അപ്പോൾ ആ പള്ളിക്ക് നിന്ന് പിന്നെ ആ ഒരു പിന്നെ മിമ്പർ നിങ്ങളുടെ ഇതിനെതിരെ പറയാൻ കഴിയുമോ ഖത്തീബിന്? അങ്ങനത്തെ പള്ളി സെക്രട്ടറിമാരും അങ്ങനത്തെ പ്രസിഡന്റുമാരും നയിക്കുന്ന, ശമ്പളം കൊടുക്കുന്ന ഒരു ഖത്തീബിന് എങ്ങനെയാണ് മ്യൂസിക് ഇസ്ലാമിൽ ഹറാമാണെന്ന് പറയാൻ കഴിയുക? പറയാൻ കഴിയില്ല. കാരണം ആ മിമ്പറിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് പരിമിതികളുണ്ടാവും. അപ്പം എന്തായി, മിമ്പറുകൾ നിശബ്ദമായി പോകും. മിമ്പറുകൾ നിശബ്ദമായി പോകും. മിമ്പറുകൾ നിശബ്ദമായി പോകും. അതിന് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഹക്കും ബാത്തിലും ശരിയും തെറ്റും ധർമ്മവും അധർമ്മവും വേർതിരിച്ച് കിട്ടാതെ പോകും. ആ വേർതിരിച്ച് കിട്ടാതെ പോകുന്നത് ആർക്ക് വളമാകും? ഈ മതനിരാസത്തിന്റെ വക്താക്കൾക്ക് വളമാകും. ലിബറലുകൾക്ക് വളമായി മാറും. കാരണം അവർ പുറത്തുനിന്ന് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായ കാര്യങ്ങൾ, ഇപ്പം പിന്നെ മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട്, അവരുടെ സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ, വീണ്ടും രജിസ്റ്റർ ചെയ്യുന്ന, കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ടിട്ടില്ലേ? വീണ്ടും പോയി 60-70 വയസ്സുള്ള മനുഷ്യന്മാർ വീണ്ടും അവനാൻ്റെ പിന്നെ ഭാര്യനെ വീണ്ടും കല്യാണം കഴിക്കാൻ പോയിട്ട് 3-4 കുട്ടികളുള്ള ആൾക്കാർ. എന്തിനാ? സ്വത്ത് മുഴുവൻ പെൺകുട്ടികൾക്ക് മുഴുവൻ എല്ലാവർക്കും തുല്യമായി കിട്ടാൻ വേണ്ടി 2ാമത് കല്യാണം കഴിക്കുക. എന്നിട്ട് അതിങ്ങനെ വലിയ സംഭവമാക്കി ജനറേറ്റ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഒരു മെമ്പർ നിങ്ങാണ്ട് ഇത് ശരിയല്ല തെറ്റാണെന്ന് അതിൽ വേർതിരിച്ച് പറഞ്ഞാലോ? അങ്ങനെ ആ വിശ്വാസമുള്ള ആൾക്കാർ ഈ പള്ളി കമ്മിറ്റിയിലും ഈ പള്ളി നടത്തുന്നതിലുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റുക? വിഷയം മനസ്സിലായോ? അല്ലെങ്കിൽ അങ്ങനത്തെ രാഷ്ട്രീയ സംഘടന നടത്തുന്ന മുസ്ലിം സമുദായത്തിൻ്റെ ആൾക്കാരുണ്ട്, അവരിതിൻ്റെ കമ്മിറ്റിയിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? പിന്നെ അവിടെ പറയാൻ കഴിയോ? അപ്പോൾ രാഷ്ട്രീയം പറയലായി മാറി. എന്തിനധികം CAA പ്രശ്നം വന്നപ്പോൾ ഒരു പള്ളിയിൽ വെച്ച് നമ്മൾ ആ ഒരു എല്ലാവരും കൂടി കണ്ട് ഒരു പിന്നെ ഒന്നിച്ചുള്ള ബോധവൽക്കരണം നടന്നിരുന്ന എല്ലാ സമയത്ത് എല്ലാ വിഭാഗം ആളുകൾ റോട്ടിലിറങ്ങി പിന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്തിറങ്ങിയിരുന്നു. അപ്പോൾ ചില പള്ളികളിൽ നോക്കി അതിനെല്ലാവരും പോകണം, അതിന് കാശ് കൊടുക്കണം, അതിൻ്റെ സംഘാടനത്തിന് പൈസ കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വ്യക്തി പറയുന്നത്, ഞാൻ കൊടുക്കൂല, അത് മുസ്ലിങ്ങളെ നന്മക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്, എന്തിനാ ഇവിടെ ഈ മിമ്പർമ വെച്ച്? അത് രാഷ്ട്രീയല്ലേ, അത് രാഷ്ട്രീയല്ലേ? അന്ന് ജുമഅക്ക് പങ്കെടുത്ത ഒരാൾ ഈ പറയുന്ന കാര്യം കേവലം രാഷ്ട്രീയ കണ്ണിലൂടെ മാത്രം കണ്ട് പറയാൻ പറ്റുന്ന പാകത്തിലേക്ക് നമ്മൾ കോടാലികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരു വനം, ആ വനത്തിലേക്ക് ഒരു വേട്ടക്കാരൻ കടന്നു വന്നു. അപ്പം ചെറിയ മരങ്ങൾ പറഞ്ഞു വലിയ മരങ്ങളോട്, അതാ ഒരു വേട്ടക്കാരൻ വരുന്നു, അയാൾ നമ്മളെ വെട്ടില്ലേന്ന് ചോദിച്ചു. മുതിർന്ന മരങ്ങൾ പറഞ്ഞു, പേടിക്കണ്ട, അയാളെ കയ്യിൽ ഒരു ആയുധമല്ല, ആയുധമില്ലാതെ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും വന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കോടാലിയുടെ കഴമ്പുണ്ട്. അപ്പോഴും ഇതേ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, പേടിക്കണ്ട, കാരണം അതിന് പിടിയില്ലാതെ ഒരിക്കലും അതുകൊണ്ട് വെട്ടാൻ കഴിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. വീണ്ടും അദ്ദേഹം തോളിൽ ഒരു കോടാലി ഇങ്ങനെ ചാരി വെച്ച് വന്നു. അപ്പോഴും ഈ ചോദ്യം ചെറിയ മരങ്ങൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വലിയ മരങ്ങൾ, ഇനി നിങ്ങൾ ഭയപ്പെടണം, ഇനി നിങ്ങൾ ഭയപ്പെടണം. കാരണം ആ കോടാലിക്ക് പിടിയായിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ചില്ലയാണ്, ഒരു മരക്കൊമ്പാണ്. നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് നമ്മളെ വെട്ടാനുള്ള കോടാലിയുടെ കൈപ്പിടിയായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുന്നുകൾ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഞാനത് ആവർത്തിച്ചു പറയുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ ആശയാദർശങ്ങളുടെ വേര് കൊത്തിയറുക്കാൻ, മതത്തിൻ്റെ സാമൂഹ്യ വേരുകൾ
കോടാലിപ്പിടികളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് കണ്ണ് തുറന്ന് കാണാൻ, കാത് തുറന്ന് കേൾക്കാൻ ഇന്ന് മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ലെങ്കിൽ വരും ഭാവിയിൽ വലിയ വില നമ്മൾ നൽകേണ്ടി വരും എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്ത്രീകളുടെ വിഷയത്തിൽ പറയേണ്ടതില്ല. അമിതമായ സ്വാതന്ത്ര്യം, ലജ്ജയെ അവരിൽ നൂരിയെടുക്കുന്നു. അൽ ഹയാഉ വൽ ഈമാനു ഖുരിന ജമീഅൻ ഫഇദാ റുഫിയ അഹദുഹുമാ റുഫിയ ആഖർ. ലജ്ജയും ഈമാനും ഒന്നിച്ചു ചേർക്കപ്പെട്ടതാണ്. അതിൽ ഒന്ന് നീക്കം ചെയ്യപ്പെട്ടാൽ മറ്റേതും സ്വാഭാവികമായി നീക്കം ചെയ്യപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇന്നെന്താ പെൺകുട്ടികളുടെ അവസ്ഥ? എന്താ അവസ്ഥ? കോളേജിലേക്ക് പോകുന്ന വെരിഞ്ഞ കുട്ടികളുടെ അവസ്ഥ എന്താ? പഴയതുപോലെയാണോ? ആൺകുട്ടികളുടെ കൂടെ ഒരേ ബൈക്കിൽ യാത്ര ചെയ്യാൻ ഒരു പ്രശ്നവും ആളുകൾക്കില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, എൻ്റെ സമയം ഏകദേശം തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ മുസ്ലിം പെൺകുട്ടികളുടെ സാഹചര്യം നമ്മൾ പരിശോധിച്ചതിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു കരിയർ ഭ്രാന്ത് ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട്. അതായത് ജീവിക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ ഒരു ജോലിക്കാണെന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. നേരെ തിരിച്ചല്ലേ സത്യം? നമ്മൾ ജീവിക്കണം ജോലിക്കല്ല, ജീവിക്കാൻ വേണ്ടി ഒരു ജോലിയാണ് ആവശ്യം. ജീവിതം എന്തിനാ? അത് പരലോകത്തേക്കുള്ളതാണ്. പരലോകത്താണ് നമുക്ക് എന്നും ജീവിക്കാനുള്ളത്. വല്ലാഖിറത്തു ഖൈറുൻ വഅബ്ഖ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകത്താണ്. അപ്പോൾ ആ പരലോക ജീവിതത്തിലേക്ക് പോകേണ്ടവരാണ് വിശ്വാസികൾ. ആ വിശ്വാസമല്ലേ നമുക്ക് വേണ്ടത് ശരിക്ക്? ഇപ്പം എന്താ ചെയ്യണത്? അങ്ങനെ ഒരു പരലോകത്തെ മൊത്തം മറപ്പിച്ചിട്ട് ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. നിങ്ങൾ വേഗം ലൈഫ് സെറ്റ് ചെയ്യൂ. അത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതാ യൂറോപ്പിലേക്ക് പോകൂ, UK പോകൂ, മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകൂ. അതിന് ആൾക്കാരും സംവിധാനം, എന്നിട്ട് വീടും നാടും വിറ്റ് ആധാരം പണയം വെച്ച് രക്ഷിതാക്കൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അത് പഠിപ്പിക്കാൻ. ഞാൻ പഠിപ്പിക്കുന്നതിന് എതിരല്ല, പക്ഷെ എന്ന് എവിടേക്കായി പഠിപ്പിക്കണം? എന്താ പഠിച്ച് വരുന്നത് അറിയോ? തിരിച്ചുങ്ങാണ്ട് പഠിച്ചിട്ട് വരുമ്പോൾ നിങ്ങളിൻ്റെ വാപ്പയല്ല, പഠിച്ച് UK വരുമ്പോൾ നിങ്ങളിൻ്റെ അമ്മയല്ല, പഠിച്ചുങ്ങാണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് കുടുംബം വേണ്ട, പഠിച്ചുകൊണ്ട് മറ്റേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി വാങ്ങിന് വരുമ്പോൾ എനിക്ക് വിവാഹം വേണ്ട, അല്ലേ? എല്ലാതും പാടെ പഠിച്ചതിൻ്റെ ഡോക്ടറേറ്റും സംവിധാനങ്ങളൊക്കെ ഏറ്റിങ്ങോട്ട് വരുമ്പോൾ എന്തിത്തെ ഇവരൊക്കെ തന്തവൈബല്ലേ? ഇത് പഠിപ്പിക്കാനേ നമ്മൾ ആധാരം കൊണ്ടുവച്ച് ഇതിനെ നമ്മൾ ലക്ഷങ്ങൾ കൊടുത്ത് എന്നിട്ട് ഈ പാവം സാധുക്കളായ വാപ്പാർ ഇവരെ മുമ്പിൽ ഇങ്ങനെ പൂച്ചാളമാതിരി ഈ ഒന്ന് കല്യാണത്തിന് സമ്മതിക്കുമോ? എന്നായിക്കോട്ടെ, ഇനി ഞങ്ങളൊന്നും പറയണില്ല. ഇജ എവിടെ കണ്ടുപിടിച്ച ജവ് കെട്ടിക്കോ, അത് നമ്മളെ കൂട്ടത്തിൽപ്പെട്ടതാകണേ, അത്രേ ഉള്ളൂ. ഇനി അതും അല്ലെങ്കിലോ എന്നാൽ പിന്നെ നിങ്ങൾ വേറെ എവിടെയും ജീവിച്ചോളി. നേരാക്കാൻ ആർക്കും കഴിയില്ല. ഇതാ പഠിപ്പിച്ചത്. എന്താ ഈ പഠിക്കണത്? ഈ പറഞ്ഞ എല്ലാ അജണ്ടകളും കുത്തി നിറച്ച സിലബസാണ് ഈ കുട്ടികൾ പഠിക്കണത്. ഞാൻ പറയണത് അതേ പഠിക്കണ്ടെന്നല്ല, ഈ ആധുനിക വിദ്യാഭ്യാസവും കാര്യങ്ങളും പഠിക്കുമ്പോൾ എന്തുവാണ് അതിൻ്റെ കൂടെ അതിൻ്റെ നെല്ലും പതിനും വേർതിരിക്കണം, പഠനം വേറെ നടക്കണം. അതിന് നേരല്ല, അതിന് നേരല്ല. CREO, എൻ്റെ കുട്ടിക്ക് നാളെ പരീക്ഷയാണ്. QSLSO, പരീക്ഷയാണ്. ഖുർആൻ വിജ്ഞാന പരീക്ഷ, നാളെ വേറെ പരീക്ഷ ഉണ്ട്. എപ്പോൾ പരീക്ഷ? രാവിലെ 7 മണിക്ക് തുടങ്ങും കേട്ടോ, 5 മണി വരെ. 5 മണിക്ക് ശേഷം 5 മണിക്ക് ശേഷം പിന്നെ 10 മണി വരെ ട്യൂഷൻ. ഇപ്പം ട്യൂഷൻ 10 മണി വരെയാണ് ഒരു ദിവസം കേട്ടോ. ആ 10 മണി വരെ. പിന്നെ അത് കഴിഞ്ഞാൽ DJ പാർട്ടി, ട്യൂഷൻ സെൻ്ററിലൊക്കെ DJ പാർട്ടി. വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഇടയ്ക്ക് വരാനും വീട്ടിലേക്ക് വരാനും എവിടെ നേരമുള്ളത്? നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഈ പഠിക്കുന്നത്? എവിടേക്കാണ് എത്തുന്നത്? ഏത് സിലബസ് പഠിച്ചു, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഏത് ഡിഗ്രി നേടി എന്നതല്ല വിഷയം. അത് പഠിച്ചിട്ട് അവൻ എങ്ങനെ പെരുമാറുന്നു എന്നതാണ് പ്രശ്നം. അവൻ കാഴ്ചവെക്കുന്ന കാഴ്ചപ്പാടെന്ത് എന്നതാണ് പ്രശ്നം. ആ കാഴ്ചപ്പാട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാക്ക് തെറ്റിയിരിക്കുന്നു എന്ന് തിരിച്ചറിയാൻ വൈകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി അത് തന്നെയാണ്. പണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുറവിളി കൂട്ടി. ഇന്ന് നമ്മൾ ആ വിദ്യാഭ്യാസം പല ആളുകളും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതിലൂടെ ഒരു ഭൗതിക പ്രമത്തമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയും മതത്തോടൊരു പുച്ഛമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടി അതിനെ ഒരായുധമാക്കി ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അവിടെ കൃത്യമായ ചില ഇടപെടലുകൾ നമ്മൾ രാഷ്ട്രീയമായി നടത്തേണ്ടതുണ്ട്, അതേപോലെ തന്നെ സാംസ്കാരികമായി നടത്തേണ്ടതുണ്ട്, മതപരമായി നടത്തേണ്ടതുണ്ട്, നമ്മുടെ വീടുകളിൽ നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ആരും പഠിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയല്ല വേണ്ടത്, പഴയ അവസ്ഥയ്ക്ക് പോവുകയല്ല വേണ്ടത്. പഠനത്തിലെ നെല്ലും പതിരും വേർതിരിക്കാൻ നമുക്ക് കഴിയണം. പഠിക്കേണ്ടതേ പഠിക്കാവൂ എന്ന് പറയണം. ഈ മാറ്റിത്തിരുത്തിയ ചരിത്രം പഠിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചരിത്രം ഇന്നതാണെന്ന് പഠിക്കാൻ കഴിയണം. ഒരു ഭാഗത്ത് കാവ്യരാഷ്ട്രീയം പൊതിയുന്നു വിദ്യാലയത്തെ, മറുഭാഗത്ത് മതനിരാസം പൊതിയുന്നു. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കുട്ടികളൊന്നുമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയാണ്
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക സംഘടനകളും വളരെ ക്രമപ്രവൃത്തമായ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന ഒരു വകുപ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താ? ചെറിയ കുട്ടികൾക്ക് പ്രീ സ്കൂളിൻ്റെ പാഠപുസ്തകം മുതൽ, മദ്രസ പാഠപുസ്തകം മുതൽ, CRE സിലബസ് മുതൽ, QSLSൻ്റെ സിലബസ് മുതൽ, അങ്ങനെ ഒരാൾക്ക് പ്രായമാകുന്ന ആൾക്ക് ഇസ്ലാമികമായി പഠിക്കേണ്ട കാര്യങ്ങൾ സമയാസമയം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. അതിൻ്റെ ചാർജുള്ളത് നമ്മുടെ ഡോക്ടർ ഷാനവാസിനാണ്. ഞാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഏത് യൂണിവേഴ്സിറ്റി, ഏത് കോളേജിൽ എവിടെ പോയി പഠിച്ചാലും ഈ പാരലൽ സംവിധാനത്തിലൂടെ കാര്യം കറക്റ്റ് ഒപ്പം കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പഠിക്കണിയിലെ നെല്ലും പതിരും ആർക്ക് വേർതിരിക്കാൻ പറ്റും? ഇവർക്ക് വേർതിരിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണത് എന്താ അറിയോ? നമ്മളെ മക്കളെ കാര്യത്തിലെങ്കിലും CRE നടക്കുമ്പോഴും QSLS നടക്കുമ്പോഴും ഇതുപോലുള്ള പഠന സംവിധാനം നടക്കുമ്പോഴും നമ്മുടെ പീസ് റേഡിയോയിലും ജമീൽ ആപ്പിലും നടക്കുന്ന ആ പരിപാടികൾ തുറന്നു നോക്കിയിട്ട് അതിലൊക്കെ നമ്മളെ മക്കളും കുട്ടികളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇതൊന്നും ഉറപ്പുവരുത്താതെ അവൻ IAS ആണ്, അവൻ മറ്റേതാണ് മറിച്ചതാണെന്ന് കണ്ട് വിട്ട് വേറെ അവസാനം വീടുമില്ല, നാടുമില്ല, കുടുംബമില്ലാതെ ദീനുമില്ലാതെ പോകുന്നൊരവസ്ഥ ഇപ്പോൾ റമദാൻ മാസത്തിലാണല്ലേ നമ്മളുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം എൻ്റെ മുമ്പിൽ വന്നൊരു പ്രശ്നമാണ്. ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടി വീട്ടിലെത്തിയിട്ട് അവനെന്തില്ല, പള്ളിയിൽ പോകണില്ല, നിസ്കരിക്കണില്ല, പള്ളിയിൽ പോകണില്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കണില്ല, റമദാൻ മാസമായി നോക്കുമ്പോൾ നോമ്പ് വിൽക്കണില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ പാടെ കൂട്ടിയിരുത്തിങ്ങാണ്ട് ചോദിച്ചു എന്താ ഇത് പരിപാടി എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ ഈസി ആയിട്ട് പറയണത്, നിങ്ങളാ വിശ്വസിക്കണ പടച്ചവനും പറയലൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇപ്പം ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇവൻ മതനിരാസത്തേക്ക് പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല, ഇവർക്ക് പറ്റിയില്ല. ഇവൻ രണ്ടാമത് അങ്ങോട്ട് പറഞ്ഞേക്കാൻ പൈസ ഉണ്ടാക്കി കൊടുക്കുക. നല്ലോണം ആലോചനയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ആഭ്യന്തരമായ വെല്ലുവിളികളാണ്. അതിന് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാഹ്യമായ വെല്ലുവിളികളൊക്കെ അലല്ലാഹ് പടച്ചോ നമുക്കതിന് വഴി ഉണ്ടാക്കി തരും. അതോടൊപ്പം നമ്മുടെ അസ്തിത്വം തൗഹീദും സുന്നത്തും ശക്തമായി ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംവിധാനം. അതോടൊപ്പം അത് ശക്തമായി നടക്കണം. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സംഘാടനത്തിന് അതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഭദ്രമായി നിലനിർത്തുമാണ്. അങ്ങനെ രണ്ട് കാഴ്ചപ്പാടോടുകൂടി, ശരിയായ കാഴ്ചപ്പാടോടുകൂടി സമുദായത്തെ നയിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന കാലത്തെ നമുക്ക് അതിജയിക്കാൻ കഴിയുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റമദാനാണ്. ഈ റമദാനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളോട് തന്നെ മത്സരിക്കാനുള്ള മാസമാണ് ഈ റമദാൻ. നമ്മൾ വേറൊരാളോട് മത്സരിക്കാനുള്ളതല്ല. അതായത് നമ്മുടെ വീടിനുള്ളിലെ ഒറ്റപ്പെട്ട നമസ്കാരശീലത്തെ തോൽപ്പിച്ച് പള്ളിയിലെ ഒന്നാം സഫിലെത്താൻ നമുക്ക് മത്സരിക്കാൻ കഴിയണം. സോഷ്യൽ മീഡിയയിലെ അനാവശ്യ കാഴ്ചകളെ തോൽപ്പിച്ച് ഖുർആൻ വചനങ്ങളുമായി സമയം ചെലവഴിക്കുവാൻ നമുക്ക് നമ്മോട് തന്നെ മത്സരിക്കാൻ കഴിയണം. പകൽ പണിയെടുത്ത് തളർന്ന ശരീരത്തിന്റെ അലസതയെ തോൽപ്പിച്ച് അള്ളാഹുവിന് മുന്നിൽ ദീർഘനേരം നിന്ന് നമസ്കരിക്കുവാൻ നമ്മളോട് തന്നെ നമ്മൾ മത്സരിക്കണം. പണം കുറഞ്ഞു പോകുമോ എന്ന എൻ്റെ ഉള്ളിലെ പിശുക്കിനെ തോൽപ്പിച്ച് നിർലോഭമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുവാൻ വേണ്ടി നമ്മുടെ പിശുക്കിനോട് നമ്മൾ മത്സരിക്കണം. ഫോണിൽ സദാസമയവും വന്നുകൊണ്ടിരിക്കുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് പിന്നാലെ പായുന്ന നമ്മുടെ വിരലുകളെ തോൽപ്പിച്ച് ഈ വിരലുകൾ കൊണ്ട് തസ്ബീഹും ദിക്റും ചെല്ലുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാൻ നമുക്ക് നമ്മളോട് മത്സരിക്കാൻ കഴിയണം. കാലങ്ങളായി എന്നെ വേട്ടയാടുന്ന എൻ്റെ ദുശ്ശീലങ്ങളെ തോൽപ്പിച്ച് ഈ റമദാനിൽ ഒരു പുതിയ മനുഷ്യനായി വരാൻ നമുക്ക് നമ്മുടെ ഇച്ഛകളോട് മത്സരിക്കുവാൻ നമുക്ക് സാധിക്കണം. അറിവില്ലായ്മയുടെ ഇരുട്ടിനെ തോൽപ്പിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും വിജ്ഞാന സദസ്സുകളിൽ പോകാനും ഇരിക്കാനും പഠിക്കാനും നമുക്ക് നമ്മളോട് തന്നെ മത്സരിക്കുവാൻ കഴിയേണ്ടതുണ്ട്. ഇഫ്താർ മേശയിലെ വിഭവങ്ങളോട് എൻ്റെ ആർത്തിയെ തോൽപ്പിച്ച് മിതമായ ആഹാരം കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് നമ്മളോട് മത്സരിക്കാൻ കഴിയണം. എൻ്റെ സുഖനിദ്രയെ തോൽപ്പിച്ച് പാതിരാത്രിയിൽ പടച്ചവനോട് സങ്കടങ്ങൾ പറയുവാൻ ആ രാത്രി നമസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയണം. റമദാൻ ഇനിയും വരുമല്ലോ എന്ന ആ ശാസ്ത്രതയെ തോൽപ്പിച്ച് ഇതെന്റെ അവസാനത്തെ റമദാനാണെന്ന വിചാരത്തോടുകൂടി ഈ റമദാനിനെ പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ പരപ്പനങ്ങാടിയിലെ പ്രൊജക്റ്റും അതുപോലെ തന്നെ കക്കാടിലെ പ്രൊജക്റ്റും മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ അഭിമാനകരമായ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 പ്രൊജക്റ്റുകളാണ്. അതിൽ ഈ റമദാൻ മാസത്തിൽ നിങ്ങളുടെ കാര്യമായ പിന്തുണയുണ്ടാകണം. വിസ്ഡം ഹൗസിന് ആരെങ്കിലും ഓഫർ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓഫർ ചെയ്യണം. ഓഫർ ചെയ്തവർ എത്രയും പെട്ടെന്ന് റമദാനിൽ തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജാമിയയുടെ കാര്യവും അതേപോലെ നമ്മുടെ വർക്കിംഗ് ഫണ്ടിന്റെ വിഷയവും ഇത് നിങ്ങൾക്കൊരു പ്രയോറിറ്റിയുമാണ്. ഈ റമദാനിൽ നിങ്ങൾ കൊടുക്കുന്ന കാശ് ഈ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടായിരിക്കണം വേറെയുള്ളതിന് കൊടുക്കേണ്ടത്.
ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. നമ്മുടെ നേർപ്പദം എന്ന് പറയുന്നത് റാപ്പർ പൊട്ടിക്കാതെ തലയിണക്കടിയിൽ വെക്കാനുള്ളതല്ല. അത് പൊട്ടിച്ച് വായിക്കാനും ഈ ഹക്കും ബാത്തിലും കൂടിക്കുഴഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ, സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കുഴച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് സത്യത്തെ വേർതിരിക്കാൻ നമുക്കും നമ്മുടെ മക്കൾക്കുമുള്ള വായിക്കാനുള്ള വിഭവമാണ് നേർപ്പദത്തിലുള്ളത്. അത് വായിച്ചുകൊണ്ട് വളരുന്ന ഒരു സമൂഹമായി നമ്മൾ മാറണം. അതിന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.